എന്റെ ദേഹം വേദനിച്ചു. ദേഹം വേദനിച്ചിട്ടുള്ള എന്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് ഞാൻ ചോദിക്കുന്നത്. അതിൽ എഡിറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് ജീവിക്കണ്ടേ? മന്ത്രി വീണ ജോർജ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മൈക്കിന്റെ ചെറിയൊരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഉത്സവമാണ്, ഇനി ഒരു മാസം ഇവിടെ 2-3 അമ്പലമുണ്ട്, ഉത്സവവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. അഡ്വാൻസ് ആയിട്ട് തന്നെ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മന്ത്രി വീണ ജോർജിന്റെ ഇന്റർവ്യൂ, അതായത് 2 ദിവസം മുമ്പ് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ 4 മണിക്ക് ഡിസ്ചാർജ് ആയ ചേച്ചിയുടെ ഇന്റർവ്യൂ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നേരെ ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയായിരുന്നു തോന്നുന്നു പോയത് മെനഞ്ഞാണ്. എന്തായാലും ഇന്നലെ ഇന്റർവ്യൂ ഒക്കെ എടുത്ത് ഷൂട്ടൊക്കെ കഴിഞ്ഞ് എന്തായാലും സംഭവം നിലക്ക് എത്തായിട്ടുണ്ട്. പാവം നീരൊക്കെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പോലീസുകാരി എങ്ങോട്ട് പിടിച്ച് മാറ്റാൻ നേരത്തെ അങ്ങോട്ട് നീരായത്. അതും പിന്നെ കേസുകാരൻ നെഞ്ചത്തോടുക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഇന്റർവ്യൂ വെക്കുന്നതിന് മുമ്പ് ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഒന്ന് സൈഡിൽ വെച്ചേക്കാം. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കറക്റ്റായിട്ടുള്ള മറുപടി നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. ഇവർ പറയുന്നതെല്ലാം പച്ചക്കള്ളമല്ലേ എന്നുള്ള രീതിയില്ല. ഓക്കെ, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കറക്റ്റായിട്ട് ഇവിടെ കമന്റ് ഇടുക. എല്ലാവരും കാണുന്ന ഞാൻ ഇത് ഈ ഒരു വിഷയത്തിൽ എല്ലാവരും കാണുന്നവർ ദയവ് ചെയ്ത് കമന്റ് ഇടുക നിങ്ങളുടെ അഭിപ്രായം. എന്തായാലും നമുക്ക് ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. എൻ്റെ 2 ദിവസം മുമ്പുള്ള ഒരു വീഡിയോ എന്ന് തന്നെ നമുക്ക് തുടങ്ങാം. പുറത്തുവിട്ടിരുന്നു. അതാണ് ഈ ദൃശ്യം. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അവർ തന്നെ സൂം ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കറുത്ത ഷോർട്ട് ഇട്ട ആളുടെ കൈ മന്ത്രിയുടെ കഴുത്തിൽ തട്ടുന്നുണ്ട്. അത് വളരെ ക്ലിയർ ആണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ. അവർ തന്നെ ദൃശ്യങ്ങളിൽ ഈ കാണുന്ന ഈ സംഘർഷത്തിന് നടുവിൽ മന്ത്രി. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടോ? മന്ത്രിയുടെ കഴുത്തിൽ, അതായത് KSU പ്രവർത്തകർ ഇടിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നും കൂടെ വേണമെങ്കിൽ ഞാൻ വെച്ചേരണോ? അതുപോലെ ആകെ അടുപ്പിക്കുമോ നിങ്ങളെ? ഒന്നുകൂടെ ഞാനൊന്ന് വെച്ചാൽ ആ ഒരു വീഡിയോ ഇപ്പം CPM-കാർ പുറത്തുവിട്ട വീഡിയോ ആണ്. എക്സ്ക്ലൂസീവ് സാധനമാണ്. കൈയോടെ തൂക്കിയിട്ടുണ്ട്, ഞാൻ കൈയോടെ തൂക്കിയിട്ടുണ്ട്. ഇത് അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ല. നമ്മുടെ വീണ ജോർജിനെയാണ് ദ്രോഹിച്ചിരിക്കുന്നത്. അതും KSU പ്രവർത്തകർ. ആ പാവം പിടിച്ച സ്ത്രീയുടെ CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ പുറത്തുവിട്ടിരുന്നു. അതാണ് ഈ ദൃശ്യം. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. അവർ തന്നെ സൂം ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കറുത്ത ഷോർട്ട് ഇട്ട ആളുടെ കൈ മന്ത്രിയുടെ കഴുത്തിൽ തട്ടുന്നുണ്ട്. അത് വളരെ ക്ലിയർ ആണ്. ആ ദൃശ്യത്തിന്റെ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അവിടെ ഒരു ബാഗിന്റെ വള്ളി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബാഗിന്റെ വള്ളി, ഒരു കറുത്ത ഷർട്ട് ഇട്ട ഒരു മനുഷ്യന്റെ ബാഗിന്റെ വള്ളി നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വ്യക്തി ആരാണ്? ഈ പറയുന്ന വീണ ജോർജിന്റെ PA ആണ്. PA ആണോ, ഗൺമാനാണോ, ഇനി ബോഡി ഗാർഡാണോ ഒന്നും നമുക്കറിയത്തില്ല. അവരുടെ കൂടെ ഉള്ള ഒരുത്തനായിരുന്നു. ഞാൻ PA ആണെന്ന് പറഞ്ഞു പോയതാ. പുള്ളിക്കാരുടെ കൂടെ നടക്കുന്ന മനുഷ്യന്റെ ആ ഒരു വീഡിയോയുടെ ആ ഒരു ഇതെടുത്തിട്ടാണ് ഇവന്മാരിപ്പം നെഗറ്റീവ് അടിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? KSU പ്രവർത്തകർ കാര്യം കൂടി കാണിക്കാൻ വന്ന സമയത്ത് 2-3 ആൾക്കാരും ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവന്മാരിപ്പോ പുറത്തുവിട്ടിരിക്കുന്നത് ഈ പറയുന്ന വീണയുടെ കൂടെ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹം അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ഈ പറയുന്ന കയ്യോ കാര്യങ്ങളോ ഒന്നും അവരുടെ കാര്യത്തിലൊന്നും കൊണ്ടുവരില്ല. പണ്ട് മുതലേ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ ആൾക്കാരെ കാണിച്ച് പറ്റിച്ചാണ് ഈ നാറികൾ ഭരണം മേടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ തന്നെ ഞാൻ പറയത്തുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിശ്വസിച്ച് പോകുന്ന ചില പാവപ്പെട്ട ആൾക്കാരുണ്ട്. ഇതുപോലെയുള്ള കുറച്ച് വിഷ്വലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അവരെ കൊങ്ങയ്ക്ക് വിളിച്ച് കണ്ടില്ലേ? ഇതൊക്കെ പ്രായം ചെയ്യുന്ന ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നത്. കാരണം സോഷ്യൽ മീഡിയ നമ്മളെ പോലുള്ളവരൊക്കെ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോൾ ആരും വിശ്വസിക്കത്തില്ലായിരുന്നു. ഇപ്പൊ വിശ്വസിക്കുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തിന്റെ വേറൊരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. The police is saying and the health minister is also claiming that her neck got an injury, and also there are few injury marks on her hand. Now the chief minister has criticized it, stating that what happened there was not a protest of any kind but the rampage of a group of violent individuals. അപ്പം എടുത്ത് അറസ്റ്റ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ലയോ? നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും കാര്യം വ്യക്തമായി മനസ്സിലായോ? ഓക്കെ, അപ്പം ഞാൻ ആ ഒരു വീഡിയോ ഇപ്പോൾ വെച്ചത് എന്താണെന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളിനി ഇന്ന് രാവിലെ നടന്ന ആ ഒരു ഇൻ്റർവ്യൂ ഞാൻ നിങ്ങൾക്ക് വെച്ച് തരാം. ഇവർ പറയുന്ന ഓരോ കള്ളങ്ങളും, ഇവർ എന്തൊക്കെ കള്ളങ്ങൾ കാണിച്ചാലും ആ 2 മിനിറ്റിൽ ഞാൻ A to Z കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യനായിരുന്നു. അയാളുടെ കഴുത്ത് കൊണ്ടിട്ടില്ല, അത് വേറെ കാര്യം. കൊണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എന്തുവാ അത് KSU പ്രവർത്തകരാക്കി. ആ വ്യക്തിയെ കാണിച്ചിട്ട് അത് KSU പ്രവർത്തകരെ, കാരണം പൊറോഷം മാത്രമേ കാണുന്നുള്ളൂ ബ്ലാക്ക് ഷർട്ടും. പക്ഷേ ബാഗ് ഇവരെ അങ്ങ് ചതിച്ച്. അയാളുടെ കഴുത്തിൽ കൂടെ കിടക്കുന്ന ബാഗ് ഇവരുടെ ബാഗായിരുന്നു. സത്യം പറഞ്ഞാൽ ഫുൾ കോമഡിയാണ് മേഡത്തിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ തന്നെ. അത്രയും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് മേഡം 1ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് 3-ലോട്ട് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ആ സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഞാൻ വെച്ച് തരാം, നിങ്ങളൊന്ന് നോക്ക്. നിങ്ങൾ കണ്ടോ? അത്രയും പ്രശ്നം നടന്ന സമയത്തും നമ്മുടെ മന്ത്രി മേഡം എത്ര ഹാപ്പി ആയിട്ടാണ് നിന്നത്.
പിന്നെ നമ്മുടെ ശംശുമോൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞപ്പോൾ പിന്നെ ചേച്ചിക്ക് അങ്ങോട്ട് കഴുത്തുവേദന. ഇല്ല, കത്രിക കേസ് കേട്ടൊക്കെ സോഷ്യൽ മീഡിയ കിടന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. കത്രിക കേസ് കേട്ടതൊക്കെ നിസാരമാണെന്ന് പറഞ്ഞില്ലേ, അതൊന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി എല്ലാം KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും തലയിലിടാൻ വേണ്ടി കാണിച്ച കുറച്ച് കോപ്രായങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 4 മണിക്കൊക്കെ ഡിസ്ചാർജ് ആവാമെന്ന് പറയുമ്പോഴേ. എന്തായാലും ചേച്ചിയുടെ ആ ഒരു വീഡിയോ കൂടെ വെച്ചുതരാം. ഇന്ന് രാവിലത്തെ നമ്മുടെ പിള്ളേച്ചൻ സ്റ്റൈൽ ഇൻ്റർവ്യൂ ഒന്ന് കണ്ടിട്ട് വരാം. വന്നിട്ടാണ് എന്റെ അടുത്തേക്ക് വന്നത്. എന്റെ അടുത്തൊരു വനിതാ പോലീസും. അപ്പൊ ഈ ദൃശ്യങ്ങളിൽ ആദ്യം മുതൽ കാണുമ്പോൾ രണ്ടുപേരും നോക്കുന്നുണ്ട്, ഫോണിൽ എടുക്കുന്നുണ്ട്. മിനിസ്റ്റർ ആ ടിക്കറ്റ് കൗണ്ടറിന്റെ ആ ഭാഗത്തേക്ക് എത്തുന്നു, രണ്ടുപേര് അവിടെ കുതിച്ചു വരുന്നു. അപ്പൊ പോലീസ് ഒരു വലയം തീർക്കുന്നു. ഇത്രയാണ് ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായിട്ടുള്ളത്. അതെ അതെ. അതിനുശേഷം അതില് ആദ്യം ഒരാൾ വന്നു കരിങ്കൊടിയുമായിട്ട്. ആ കരിങ്കൊടിയുമായിട്ട് വന്ന ആളിലേക്ക് പോലീസിന്റെ ശ്രദ്ധ സ്വാഭാവികമായിട്ട് പോയി. കരിങ്കൊടിയുമായിട്ട് വന്നാണല്ലോ, അപ്പൊ ഇവർക്ക് കരിങ്കൊടി കാണിക്കാനാണെങ്കിൽ അവിടെ നിന്ന് കാണിക്കാമല്ലോ. ഇതങ്ങനെയല്ലല്ലോ, ഇതൊരു കുതിച്ചെത്തുകയാണ്. അപ്പൊ അതില് നമ്മൾ കാണേണ്ടത് ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ MLA മന്ത്രി ഒരു സ്ത്രീ കൂടെയാണല്ലോ. പക്ഷേ സ്ത്രീയും കൂടെ ആണല്ലോ, സ്ത്രീ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാർഡ്. സ്ത്രീ 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 അത് വെച്ചിട്ട് കുറെ പയറ്റുന്നുണ്ട് നല്ല രീതിയിൽ. എന്തായാലും ഞാൻ ആലോചിക്കുക, അർഹതപ്പെട്ട ഒരാളെ അല്ലല്ലോ ഇവിടുത്തെ മന്ത്രിയാക്കിയെന്ന് ഓർക്കുമ്പോഴാണ് അടുത്ത വട്ടം ഇവർ തന്നെ ഇതുപോലുള്ള പെടലിക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് വരും. കഴിഞ്ഞ ഇലക്ഷനും അതുപോലെ ആയിരിക്കുന്നു. ഇതുപോലുള്ള കാര്യങ്ങൾ ഇട്ടുകൊണ്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇവർക്ക് വോട്ട് കൊടുക്കാൻ കുറേ ആൾക്കാരുണ്ട്. പാവപ്പെട്ട ആൾക്കാർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സിമ്പതിയാണ്. പഴയ ആൾക്കാർക്ക് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയൊക്കെ യൂസ് ചെയ്യുന്ന യുവതലമുറകൾക്കൊക്കെ സത്യാവസ്ഥ അറിയാൻ നല്ല രീതിയിലാണ്. ഒരു യോഗ്യതയില്ലെന്ന് ഞാൻ പറയും ഈ വ്യക്തിക്ക് വോട്ട് കൊടുക്കുകയാണെങ്കിൽ. ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ, ഈ വ്യക്തി ഇലക്ഷനിൽ നിൽക്കുകയാണെങ്കിൽ ഒരു കാലത്ത് വോട്ട് കൊടുക്കരുത്. നമുക്കൊരു ഗുണം ഉണ്ടാവത്തില്ല, നമുക്ക് ആർക്കും ഒരു ഗുണം ഉണ്ടാകത്തില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, ഒരു ഡോക്ടർ ഇല്ല കത്രിക എടുത്ത് വെച്ച് മറന്നു പോയതിനൊക്കെ നിസ്സാരമായിട്ട് 5-6 വർഷം കിടന്നാലൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ആ അമ്മ അനുഭവിച്ച വേദനയും കാര്യങ്ങളൊക്കെ നിസ്സാരമായിട്ട് കാണുന്ന കുറേ വ്യക്തികളാണ് ഇവരൊക്കെ. അതിനെ ചുക്കാൻ പിടിക്കാൻ ഇതുപോലുള്ള കുറേ മന്ത്രി കൊച്ചമ്മമാരും. ഇവർ നേരെ ഈ ഇതിലേക്ക് കുതിച്ച് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഇന്റൻഷൻ വളരെ ക്ലിയർ ആണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് അപ്പൊ ഈ പോലീസിന്റെ ശ്രദ്ധ ഈ ആദ്യത്തെ ആളിലേക്ക് പോയി. അപ്പൊ രണ്ടാമത്തെ ആള് ഇതിനുള്ളിലൂടെ ഈ സുരക്ഷാ വലയത്തിനുള്ളിലൂടെ അകത്തേക്ക് എത്തിയിട്ടുണ്ട്, എന്നെ അടുത്തെത്തിയിട്ടുണ്ട്. അതിന്റെ പച്ചക്കള്ളമാണ് ഇവർ പറയുന്നത്, പച്ചക്കള്ളം. എനിക്ക് ഒരു മിനിറ്റ്. വിഷ്വൽസ് ഉണ്ട്. നമ്മൾ കാണുന്നത് ഈ ഇതൊക്കെ ഇവർ കൊണ്ടുവന്നിട്ടുള്ള ക്യാമറകളാണല്ലോ, അല്ലെ ഇവർക്ക് പേടിയെടുക്കാൻ വന്നിട്ടുള്ള ഫോണുകളും ക്യാമറകളും ഒക്കെ ആണല്ലോ അവിടെ നിന്ന ആളുകൾ. എൻ്റെ പൊന്നു ചേച്ചി, റെയിൽവേ സ്റ്റേഷനാണ്, അവിടെയുണ്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ. കേരള പോലീസ് 10, 35, 40 പേര് അവിടെ നിൽക്കുമ്പോൾ ഒരാൾ വന്നപ്പോൾ അവനെ എല്ലാവരും കൂടെ ഫോക്കസ് ചെയ്യാൻ പോയതുകൊണ്ട് മറ്റവൻ കയറി പണി കൊടുത്തതെന്നാണ് ചേച്ചി ഉദ്ദേശിക്കുന്നത്. ഞാൻ എൻ്റെ തുടക്കം തന്നെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ക്ലിപ്പ് സഹിതം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ കൂടെയുള്ള ഗൺമാൻ, അദ്ദേഹത്തിൻ്റെ ബാഗ് അദ്ദേഹമാണ് നിൽക്കുന്നത്. അതും അയാളുടെ കയ്യോ ഒന്നും മുട്ടിയില്ല. പിന്നെ ഇവർക്ക് പെടലിക്ക് നേരത്തെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ കയറി, ആ കോൺസ്റ്റബിൾ അവിടുത്തെ SI മേഡം കയറി പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മേഡം പോലെ എന്നുള്ള രീതിയിൽ. പിന്നെ ഓവർ സ്ട്രെയിന്. ഞാനൊരു കാര്യം തുറന്ന് പറയാം, ഞാനൊക്കെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ദേഷ്യപ്പെടുന്ന സമയത്ത് നല്ല രീതിയിൽ സംസാരിക്കും. അപ്പോൾ എനിക്കൊക്കെ ഇവിടുന്ന് കയറി ഒരു പിടുത്തം പിടിക്കുന്ന ആ സമയത്ത് നമുക്ക് മിണ്ടാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് ഏജ് ആയിട്ടുള്ള വ്യക്തികൾ അത്രയ്ക്ക് സ്ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും പ്രശ്നങ്ങളുണ്ടാവാം. അത് മാത്രമേ ഉള്ളൂ ഇവർക്ക് സംഭവിച്ചിട്ടുള്ളത്. അതാണ് ഇവരുടെ മുഖത്ത് നീരും കാര്യങ്ങളൊക്കെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു KSU പ്രവർത്തകർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് സഹിതം ഇന്നിവിടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആരാ? നിങ്ങളുടെ അടുത്ത ആൾ തന്നെയല്ലേ പിണറായി സഖാവ്. അവർ വിചാരിച്ചാൽ നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളത്. അതെന്തുകൊണ്ട് മേഡം ചെയ്യുന്നില്ല? പണ്ടത്തെ കാലത്താണെങ്കിൽ നിങ്ങൾക്ക് വെളുപ്പിക്കാം. പണ്ട് ഒരു 15-20 വർഷം മുമ്പാണ് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പാണ് കോൺഗ്രസിനെ കത്തിച്ചേനെ ആൾക്കാർ. ജനങ്ങൾ ഇറങ്ങിച്ചേതനെ, അങ്ങനെ ചെയ്തനെ. ഇതിപ്പോൾ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയ സത്യാവസ്ഥകൾ വരുന്നുണ്ട്, കാര്യങ്ങൾ വരുന്നുണ്ട്, എല്ലാം കണ്ട് മനസ്സിലാക്കാൻ. ഇപ്പോൾ ന്യൂസുകാർ ഇത് വിടും, നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ എൻ്റെ A to Z കാര്യങ്ങൾ തപ്പിക്കൊണ്ട് കറക്റ്റ് തെളിവ് സഹിതം വെച്ച് കഴിയുമ്പോൾ മന്ത്രിയല്ല കൊച്ചമ്മയല്ല ആരായാലും താഴെ പോകും. ഞാൻ പറയട്ടെ, ഞാനിപ്പം SFI ആണെങ്കിലും DYFI ആണെങ്കിലും ഞാനൊരു കാര്യം സ്നേഹത്തോടെ നിങ്ങളോട് പറയാം. മുതിർന്ന് നിൽക്കുന്നവർ പല തോന്നിവാസങ്ങളും കാണിക്കും. നമ്മളെ അങ്ങ് വാഴോടെ പോയിട്ട് നിന്നെ കൊണ്ട് ആ ഏരിയ കവർ ചെയ്യാൻ പറ്റത്തുള്ളതാന്ന് പറയുമ്പോൾ നമ്മളങ്ങ് ബൂസ്റ്റാവും എന്നും പറഞ്ഞിട്ട് കാണിക്കുന്ന ഇതുപോലുള്ള മുന്തിയ ടീമുകൾ പറയുന്നതൊക്കെ കാണിച്ച് നിങ്ങളെ വില കളയും. നാളെ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോഴേ നിങ്ങൾക്കുള്ളത് പഠിക്കത്തുള്ളൂ. ഇവറ്റകളൊന്നും കൂടെ കാണത്തില്ല, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പിള്ളേർക്ക്. നിങ്ങളൊക്കെ പെടുത്താൻ നോക്കുമോ? ഒരു കാലത്ത് ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ട്, അപ്പോഴത്തേക്ക് നമ്മൾ പ്രായം 10, 50 ഒക്കെ ആയിപ്പോവും. അതുകൊണ്ട് ഇവറ്റകൾക്കൊക്കെ വേണ്ടി പണി എടുക്കുന്നത് വലുതായിട്ട് എന്താ പറയട്ടെ കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഈ അതായത് ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നവർ, അപ്പൊ അവരുടെ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. എന്നിരുന്നാലും ആദ്യം ഇത് വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ആളകത്തേക്ക് വന്ന് എൻ്റെയും ആ വനിതാ പോലീസുകാരുടെയും അടുത്തേക്ക്, വനിതാ പോലീസ് ഓഫീസറുടെ അടുത്തേക്ക് വരുന്നത്
നമുക്കതിൽ കാണാനായിട്ട് ഈ സാധിക്കും. ദൃശ്യങ്ങൾ നമ്മൾ എൻ്റെ പൊന്ന് ചേച്ചി, ആ ദൃശ്യത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആ മനുഷ്യനാണ്, ആ ഗൺമാൻ അങ്ങണ്ടാണ്. അതും കൂടെ ഒന്ന് ബുദ്ധിപൂർവ്വം ഒന്ന് മനസ്സിലാക്കുക. കാണുമ്പോൾ രണ്ടുപേരും അങ്ങോട്ട് കുതിച്ചെത്തുന്നുണ്ട്, പോലീസ് വലയം ചെയ്യുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണുന്നത് മന്ത്രി വളരെ പ്രകോപിതയായി ഈ സമരക്കാരോട് അങ്ങോട്ട് അഗ്രസീവായി നിൽക്കുന്നത്. അത് ട്രിഗർ ചെയ്തത് അതിന് പ്രകോപനമായി നിന്നാണ് പോലീസിന് തന്നെ മന്ത്രിയെ നിയന്ത്രിക്കേണ്ടി വന്നു. അതല്ല, എന്റെ ശരീരം മൊത്തം അതിനുള്ള പ്രതികരണം. അതായത് എന്റെ ശരീരം എങ്ങനെയാണ്, അപ്പൊ ഒന്ന് എന്റെ കൈ, എന്റെ ശരീരം വേദനിച്ചു ആ സമയത്ത്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഒരു ഡയലോഗ് കേട്ടോ, ഒന്നെൻ്റെ കൈ ഒന്നെൻ്റെ കൈ ഒന്നെൻ്റെ കൈ, എന്തുവാ മറ്റേ പാടിൻ്റെ കാര്യം പറയാൻ വന്നത് നൈസായിട്ട് അങ്ങ് വിഴുങ്ങി പുള്ളിക്കാരി. അല്ലെങ്കിൽ അതും പെട്ടുപോയാലേ. എൻ്റെ പൊന്നു മേഡം, കൈയുടെ പാട് കാണിച്ച് കുറേ കോപ്രായങ്ങൾ കാണിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു കാര്യം പറയല്ലോ, നിങ്ങൾക്കൊന്നൊരു യോഗ്യതയില്ല, ഒരു യോഗ്യതയില്ല. നിങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ എനിക്കൊരു മടിയില്ല. ഞാൻ നേരിട്ട് കണ്ടാൽ പോലും പറയാം, നിങ്ങൾക്കൊന്നൊരു യോഗ്യതയില്ല ഈ കസാരയായിട്ട് ഇരിക്കാൻ വേണ്ടി. ഇതിൽ ആര്യ രവീന്ദ്രനേക്കാളും കഷ്ടമാണല്ലോ ഒരു രാജേന്ദ്രൻ, നമ്മളെക്കാളും കഷ്ടമാണ് സത്യം പറഞ്ഞല്ല. ഇത് കാണുന്ന പ്രേക്ഷകരോട് ഞാൻ ഒരു കാര്യം തുറന്നു, ഇവരെ ഒന്നും ജയിപ്പിക്കരുത്. ഞാൻ നിങ്ങളോടൊക്കെ തൊഴുതു പറയുവാണ്. ഇവരൊന്നും നിന്നിട്ട് കാര്യമില്ല. യുവതലമുറകൾ വരട്ടെ, അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും നല്ലവർ വന്നിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യും. എന്തിനാ ഇങ്ങനെ നാടകം കളിച്ചിട്ടൊക്കെ പഴയ KSRTC എഴുതി വെച്ച് കേൾക്കണം, സ്ത്രീകൾക്ക് സുരക്ഷ 16 വേണ്ട, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ പറഞ്ഞാൽ കൂടും. ഞാൻ വിഷ്വൽസിൽ ഞങ്ങൾ കണ്ടു, നടന്നുമുമ്പേ ഉണ്ടാവുന്നു. ആദ്യം 2 കൂട്ടമായിട്ടാണ് ഇവരെത്തുന്നത്. ആദ്യത്തെ ഒരു കൂട്ടം, ഒരാള് ആ ഒരു മുണ്ടും ഷർട്ടും ഇട്ട് പറഞ്ഞില്ലേ, ആ ആൾ ആദ്യം ഓടി വരുന്നു. അതാണ് നമ്മൾ ചിരിച്ചുകൊണ്ട് നടന്നിട്ട് പോകുന്നു. അപ്പൊ ഒരാൾ ആദ്യം ഓടി വരുന്നു. ആ ആളുടെ നേരെ പോലീസ് അയാളെ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പൊ മറ്റൊരാൾ അകത്തൂടെ കയറി നമ്മുടെ സുരക്ഷാ വലയത്തിനുള്ളിലേക്ക് കടന്നു വരുന്നു. അപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പൊ അതിനുശേഷം അവരെ പിടിച്ച് അപ്പോഴാണ് അതിനുശേഷം അടുത്ത കൂട്ടം വരുന്നു. അടുത്ത പാന്റ് ഷർട്ടും ഒക്കെ ഇട്ട് 2-3 പേര് അപ്പൊ വരുന്നു. 2-3 അറിയില്ല, അപ്പൊ വരുന്നു. അവരെയും പോലീസ്. അപ്പോഴാണ് ഞാൻ പറയുന്നത് എനിക്ക് പക്ഷെ നടക്കാൻ പറ്റില്ല. കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക അഭിലാഷേ, ഞാൻ നമ്മുടെ സംവിധാനങ്ങളിൽ ജനാധിപത്യപരമായി സമരം സംവിധാനമൊക്കെ വിട്ടേ, നിങ്ങളെന്ത് പറഞ്ഞേ നടക്കാൻ പറ്റുന്നില്ലെന്നോ? അത്രയും പ്രശ്നം കഴിഞ്ഞിട്ട് കൂളായിട്ട് നിൽക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ മുമ്പേ കാണിച്ചത്. ഒരു കോൺസ്റ്റബിൾ ചേച്ചി പോലീസുകാരെ അങ്ങോട്ട് പിടിച്ച് മാറ്റുന്നതൊക്കെ കണ്ടില്ല. നിങ്ങൾക്ക് പ്ലീസ് നിങ്ങൾ മാറി നിൽക്കുന്ന പറഞ്ഞു. ആ സമയത്തൊക്കെ എന്തൊരു ചിരിയായിരുന്നു വീണ മേഡത്തിന്. എൻ്റെ പൊന്നോ, ജനങ്ങളെ പറ്റിക്കല്ലേ. സത്യം പറയാലോ, നിങ്ങൾ പറ്റിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ വട്ടത്തെ ഇലക്ഷൻ 8 നില കൂട്ടിപ്പോവും. ആൾക്കാർ നിങ്ങൾക്ക് തിരിഞ്ഞു കുത്തും, ഉറപ്പാണ്. ഇതിനുള്ള എല്ലാ അവകാശവും ഉള്ളപ്പോഴും ഫിസിക്കൽ അസോൾട്ട് ആണല്ലോ നടക്കുന്നത്. ഫിസിക്കലായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടാകാണ്. അതിൽ നമുക്ക് ശരീരം വേദനിക്കുകയാണ്. ഇതിൽ നിന്ന് ഞാൻ പറയാണ്, ഇത് എനിക്ക് നടക്കാൻ കഴിയില്ലേ, എനിക്ക് സ്വാതന്ത്ര്യമില്ലേ, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അടുത്ത കൂട്ടം വരുന്നത്. അവർ ഈ പോലീസ് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് വന്ദേ ഭാരത് എനിക്ക് 3:27 അന്ന് 3 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. ഒന്ന് അന്വേഷിച്ച് നോക്കുവാണെങ്കിൽ ഇവർ ടിക്കറ്റ് എടുത്തു എന്ന് തന്നെ ഡൗട്ടാണ്. എന്നാണ് ടിക്കറ്റ് എടുത്തത്, ഏത് സമയത്ത് ടിക്കറ്റ് എടുത്തതെന്നും കൂടെ ഒന്ന് അറിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. ആർക്കറിയാം, ഇനി KSC പ്രവർത്തകർ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഇനി ചാടി കയറിയ ചിലപ്പം നമ്മളെന്തിനാവശ്യമില്ലാത്ത കഥകളൊക്കെ പറഞ്ഞിറക്കുന്നത്. ഇവരെ പോലെ അവരത് ചിലപ്പോൾ അവർ നേരത്തെ ബുക്ക് ചെയ്തായിരിക്കും, അതറിഞ്ഞിട്ടായിരിക്കും അവർ വന്നത്. എന്തോ ആയിക്കോട്ടെ. പക്ഷെ അന്ന് നടന്നതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് സത്യാവസ്ഥ മനസ്സിലായിട്ടുണ്ട്. അത് മതി മേഡം, അത് നിങ്ങൾക്കത് ഇലക്ഷനിൽ അത് ബാധിക്കും. ഞാൻ നടക്കുന്നുണ്ട്. ഞാൻ സാധാരണ വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ നടന്ന് നീങ്ങിയപ്പോൾ എനിക്ക് എന്റെ നടപ്പ് സ്ലോ ആയി. എനിക്ക് അതൊക്കെ അവരെടുത്തിട്ടുണ്ടോ അതെനിക്ക് അറിയില്ല. ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ, അതായത് ഈ കഴിഞ്ഞ ഉടനെ മന്ത്രി വളരെ സ്വാഭാവികമായി സംസാരിക്കുന്നത് പോലെയും സ്വാഭാവികമായി ഇടപെടുന്നത് പോലെയാണ് ദൃശ്യങ്ങൾ. ചില കാര്യങ്ങൾ അവർ എഡിറ്റ് ചെയ്ത് ഇടുന്നുണ്ടാകാം. അതൊന്നും എനിക്ക് അതില്ല. ഞാൻ സംഭവിച്ചത് ഇതാണ്. സംഭവിച്ചതും നല്ലത്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലത്. എന്തായാലും മേഡത്തിന്റെ ഒരു കാര്യങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇവരും ഭയങ്കര കള്ളിയാണെന്ന് ഈ ഒരൊറ്റ കേസ് കെട്ടിന്ന് തന്നെ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ചിലപ്പോൾ ഇലക്ഷന് ചിലപ്പോൾ കഷ്ടിച്ച് ജയിച്ചാൽ പോലും പഴയ ഭൂരിപക്ഷം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ അത്ര മണ്ടന്മാരൊന്നും അല്ല ചേച്ചി, അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. എവിടെ ഇതൊന്നും പഠിക്കാനൊന്നും പോകുന്നില്ല, ഇവരാരും നന്നാവത്തില്ല. അതുപോലെ തന്നെ ഇവരൊന്നും കരഞ്ഞ് മെഴുകിയാല അതേ പെട്ടുപോകുന്ന കുറേ ജനങ്ങളും ഉണ്ട്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. മന്ത്രിയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാൻ മടിക്കണ്ട. ബൈ, ലവ് യു ഓൾ.